ജ്യോതി ചേച്ചിയിലേക്ക് വരുമ്പോ ഇപ്പൊ ഒരു മൂവി ചെയ്തിരിക്കുകയാണല്ലോ. അപ്പൊ ആ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? മൂവി ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് പോയി ചെയ്തതാണ്. അത് കാരണം എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ട്രെയിലർ വന്നപ്പോൾ നന്നായിട്ടുണ്ട്. ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഒരു സ്റ്റണ്ട് സീൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഡയലോഗൊന്നുമില്ല. എങ്കിലും ആ ഒരു സീന് നന്നായി പോയിട്ടുണ്ട്. മൂവി ഇറങ്ങുമ്പോൾ ആദ്യത്തെ ചിത്രമാണോ? അല്ല, അതിന് മുന്നേ ഞാൻ കെട്ടുകാഴ്ച എന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടുണ്ട്. അതില് ഞാൻ പറഞ്ഞില്ല, റിപ്പോർട്ടറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ മാസം റിലീസാണ്. ഇത് രണ്ടും ഈ മാസമാണെന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് ഇരട്ടി മധുരമാണല്ലേ? രണ്ട് മൂവി ആദ്യമായിട്ട് ചെയ്തതുകൊണ്ട് രണ്ടും പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നു. കാരണം എനിക്ക് ഇതിനു മുന്നേ അങ്ങനെ ആക്ടിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഫസ്റ്റ് ചെയ്യുന്നത് ഒരു ഷോർട്ട് ഫിലിമാണ്. ആ ഷോർട്ട് ഫിലിമിൽ ആദ്യത്തേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ലാണ്ട് പോയി. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ഇപ്പം 3 ഷോർട്ട് ഫിലിം കഴിയും. ഇപ്പൊ ഈ 2 മൂവിയാണ് പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നത്. ഒരുപാട് വിഷമങ്ങളോടെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ചേച്ചി. അപ്പൊ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വരുമ്പോ എനിക്ക് ഇനി ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? അല്ല, അങ്ങനെ ചോദിച്ചാൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ആളാണ്. പക്ഷെ ആ ചെറുപ്പം മുതലേ കഷ്ടപ്പെട്ട് വന്നെങ്കിലും ലൈഫിൽ ഞാൻ ആവശ്യമില്ലാണ്ട് കുറെ ഒറ്റയ്ക്കായപ്പോ, ഞാൻ എൻ്റെ പിള്ളേരെയും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇറങ്ങിയപ്പോൾ നമുക്ക് ഒരുപാട് അപവാദങ്ങളും കാര്യങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ എന്താ ഏതാന്ന് എനിക്ക് തുറന്നു പറയാൻ ഒരു അവസരം വരും എന്നൊരു പ്രതീക്ഷ എനിക്ക് എന്നും ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയും എൻ്റെ ഒരു നിൽക്കുന്ന ഒരു പൊസിഷനും അത് തന്നെയാണ്. എനിക്ക് ഇന്റർവ്യൂസിലൂടെ എൻ്റെ ലൈഫ് എന്താന്ന് എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ 3 വയസ്സിൽ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ്. പിന്നെ അമ്മയും ഞാനും മാത്രമായിരുന്നു. പിന്നെ അമ്മ എന്നൊക്കെ നമ്മൾ ഇടുക്കിയാണ് എൻ്റെ സ്വന്തം സ്ഥലം. അപ്പം അമ്മ കൂലിപ്പണിക്കാണ് പോണത്. അതുകൊണ്ട് തന്നെ എൻ്റെ പിന്നീടുള്ള ജീവിതമൊക്കെ മഠങ്ങളിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 17ആം വയസ്സിൽ കെട്ടിച്ചു വിട്ടു. പിന്നെ 3 പിള്ളേരായി. 3 പിള്ളേരുമായിട്ട് 24ആം വയസ്സിൽ ഡിവോഴ്സായി. അവിടെ നിങ്ങോട്ട് പിള്ളേരെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണുള്ള ഓട്ടമായിരുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. കൊച്ചിയിൽ ഞാൻ വീട്ടുപണി എടുത്ത് ജീവിച്ച ആളാണ്. ഒരു ദിവസം 10ഉം 15ഉം വീടുകളിൽ പോയി പണിയെടുത്തുകൊണ്ട് നടന്ന ആളാണ്. അങ്ങനെ ആ കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അതും മോള് പോയ കമ്പനിയിലെ സിഇഒയുടെ നിർബന്ധം കൊണ്ട് മാത്രം വന്ന ജിയാൻജി എന്ന് പറഞ്ഞിട്ട് കമ്പനി. അപ്പൊ അതിന്റെ സിഇഒ ശരത്ചന്ദ്രനാണ്. ശരത്തിന്റെ നിർബന്ധം കൊണ്ട് മാത്രം ഈ ഇൻഡസ്ട്രിയിൽ വന്നയാളാണ്. പിന്നെ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴും ഈ പറഞ്ഞ പോലെ ഒരുപാട് കുത്തുവാക്കുകളും അവഗണനകളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നിറത്തിന്റെ പേരിൽ ഫസ്റ്റ് ഞാൻ വരുന്ന സമയത്ത് ഇവളെയൊക്കെ ആരാണ് മോഡലായിട്ട് എടുത്തതെന്ന് ചോദിച്ചവര് വരെയും ഉണ്ട്. പക്ഷെ അപ്പൊ അങ്ങനെ ആ ഒരു നിറത്തിനോടുള്ള അവഗണന കൊണ്ട് എനിക്ക് വാശിയായിരുന്നു ഇൻഡസ്ട്രിയിൽ തന്നെ എവിടെയെങ്കിലും എത്തി കാണിക്കണം എന്നുള്ളത്. ആ വാശിപ്പുറത്താണ് ഈ മിസസ് ഇന്ത്യ വരെ പോയത്. അല്ല, അത് ഒരു വലിയ കാര്യം തന്നെ അല്ലേ? പെട്ടെന്ന് കുറ്റം പറഞ്ഞ ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിക്കാന്ന് പറഞ്ഞ വലിയ പ്രയാസമുള്ള കാര്യമാണ്. ശരിക്കും ഇപ്പോൾ ഉള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് ഒന്ന് കളറിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കഴിവിനല്ല അവർക്ക് വേണ്ടത്, അവർ മറ്റുള്ളവർ എങ്ങനെ നടക്കുന്നു എന്ന് ആലോചിച്ച് ബോധേഡായിരുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ ചേച്ചി ഇങ്ങനെ ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കാറുണ്ട്. അപ്പൊ അത്രയും അടുത്ത് നിന്ന ആൾക്കാരെന്ന് കേൾക്കാറുണ്ടായിരുന്നോ? അടുത്ത് നിന്ന ആൾക്കാരിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്നത്. അകലെ നിൽക്കുന്നവരെക്കാൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നവരാണ് കുറ്റപ്പെടുത്തുക. കാരണം ഒരു പക്ഷെ അവരെക്കാൾ കൂടുതൽ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് തോന്നുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതാണ് അത്. അല്ലാണ്ട് വ്യക്തി വൈരാഗ്യമൊന്നും അല്ലായിരിക്കാം. പക്ഷെ നമ്മൾ വളർന്നു പോകുന്നത് ഒരാൾക്കും ഇഷ്ടമല്ല. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. എൻ്റെ കൂടെ നിന്നവരാണ് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. ചെറുപ്പം മുതലേ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ബന്ധുക്കളും ഒന്നുമായിട്ട് യാതൊരു വിധത്തിലും അടുപ്പം വെച്ച് പുലർത്തുന്ന ആളല്ല. ഞാനും എൻ്റെ പിള്ളേരും. കാരണം എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആരിൽ നിന്നും ഒരു നല്ല വാക്കോ സഹായമോ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം വീട്ടിലാണെങ്കിലും ഞാൻ ഒരാളെ ഉള്ളു മോളായിട്ട്. അച്ഛൻ പോയി. അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ കുറച്ച് താഴെ നിൽക്കുന്നു. ബാക്കി എല്ലാവരും നമ്മളെ കഴിഞ്ഞ് മുകളിൽ നിൽക്കുന്നു. അപ്പൊ നമുക്ക് കൂടപ്പുറപ്പുകളിൽ നിന്നാണെങ്കിലും കുടുംബത്തിൽ നിന്നാണെങ്കിലും അതിൻ്റെതായ അവഗണനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു. കാരണം ചെറുപ്രായത്തിൽ അത് അറിയില്ലല്ലോ. കുറച്ചുകൂടെ വളർന്നു വന്നപ്പോൾ അതായിരുന്നു അവഗണനയെന്ന് മനസ്സിലായപ്പോൾ ഞാൻ എല്ലാവരുമായിട്ടുള്ള കണക്ഷൻസ് അങ്ങോട്ട് കട്ട് ചെയ്ത് ഇപ്പം നമ്മൾ പിള്ളേരെയും കൊണ്ട് സ്വസ്ഥം സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇപ്പൊ സമാധാനമുണ്ട്. ഇപ്പൊ അങ്ങനെ ചേച്ചിയുടെ ഇഷ്ടത്തിന് ജീവിക്കുകയാണ്. ഇഷ്ടമായിട്ട് നമ്മുടെ എന്താ പറയാ അഭിനയിക്കാം അല്ലെ, മോഡലിംഗ് ഒക്കെ ചെയ്ത് നല്ല ചില പിള്ളേര് 3 പേരും മോഡലിംഗ് ചെയ്യുന്നവരാണ്. അപ്പൊ അവർക്കും ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയാം. അതുകൊണ്ട് നമുക്ക് അത്രയും പ്രശ്നമില്ല. എനിക്ക് അവരെ മാത്രം നോക്കിയാൽ മതിയില്ല, അവരെന്ത് പറയുന്നു എന്നുള്ളത്. അപ്പൊ അവർക്ക് ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ആ പ്രശ്നമില്ല. ഞങ്ങൾ 4 പേരോട് ഒന്നിച്ചാണ് മിക്കവാറും ഷോയ്സിനൊക്കെ പോകുന്നത്. ഇപ്പൊ മൂത്തയാൾ മാത്രം എഞ്ചിനീയറിംഗിന് പഠിക്കുന്നുണ്ട്. അവൾക്ക് ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൾ ഇച്ചിരി കുറച്ച് വെച്ചിരിക്കുക. ബാക്കി 2 പേരും
എന്റെ കൂടെ എല്ലായിടത്തും ഉണ്ടാവും. അല്ല, മക്കൾ അമ്മയായിട്ട് പോകുന്ന പറയുമ്പോ അതൊരു വലിയ കാര്യമാണല്ലോ അഭിലാഷ് ചേട്ടാ. ഒരു ഫാമിലി ഫുള്ള് പോവാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണത്. അപ്പൊ അത് ഒരു നല്ല ജേണി അല്ലേ അത് ശരിക്കും. സാധാരണ പാരന്റ് ആണ് മക്കളെ കൊണ്ടുപോകാറുള്ളത്, നേരെ തിരിച്ചത്. ഇത് തിരിച്ചാണ്. മോളുടെ നിർബന്ധമായിരുന്നു ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അല്ല, ശരിക്കും സപ്പോർട്ടുള്ള ഒരു മകളെ കിട്ടിയതാണ് ഏറ്റവും, മക്കളെ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നല്ല സപ്പോർട്ടാണ്. അവരെയും കൂടെ സപ്പോർട്ട് ഇല്ല എങ്കിൽ ഒരു പക്ഷെ എനിക്ക് ഇത്രത്തോളം വരാൻ പറ്റില്ലായിരുന്നു.